നോക്കിയ എപ്പിസോഡ് 2. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പിസോഡ് 1 നമ്മൾ മൈൻക്രാഫ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എപ്പിസോഡ് 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കമൻറ്റ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മുടെ എപ്പിസോഡ് 2 പോവാം. അപ്പോൾ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അത്ര ഉണ്ടായുള്ളൂ. ഇതിൽ നമ്മുടെ ഫ്രണ്ടിൽ നമ്മുടെ ഒരു ബെഡ് നമുക്ക്, മറ്റേത് നമ്മുടെ അവനായിരുന്നു, ആൻവിനായിട്ടുള്ളതായിരുന്നു. അപ്പോൾ അവന് ഇപ്പോൾ ഇല്ല, കാരണം അവനിന്നില്ല അവിടെ. അത് കാരണം നമ്മൾ ഇന്ന് ഫ്രണ്ട്സായിട്ടല്ല ഒറ്റയ്ക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ കുറേ ദിവസം എപ്പിസോഡ് 2 വേണമെന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പിസോഡ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡ് 2 പോവാം. അപ്പോൾ എപ്പിസോഡ് 2 എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പൂർത്തിയാക്കണം. അത് നമ്മുടെ ഫ്രണ്ടിന് കാണിച്ചു കൊടുക്കണം. നമ്മുടെ വീട് നല്ലൊരു കുഞ്ഞൊരു വീട്, നല്ല ക്യൂട്ടായി വീട് നമുക്ക് സെറ്റാക്കണം. അപ്പോൾ നമുക്കൊരു പാറ്റേൺ സെറ്റാക്കണം. അപ്പോൾ ഇവിടെ കുറേ നമുക്ക് ഈ മണ്ണ് തന്നെ വെക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് നമ്മുടെ ചാനൽ ചെയ്തോളട്ടെ, വേറൊന്നുമില്ല നമ്മൾ പറയുന്നത്. കാരണം നമ്മളുടെ ഇപ്പോൾ 79 സബ്സ്ക്രൈബായി, 80 ആവാൻ ഒരു സബ്സ്ക്രൈബും കൂടി മതി. നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യ്, വേറൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് പണിയായിട്ട്. നമ്മളിവിടെ മണ്ണ് വെച്ചിട്ട് എന്ത് കാര്യം, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് മണ്ണ് എടുക്കേണ്ടി വരും. കാരണം കുറച്ച് കുഞ്ഞു വീട് ആവണ്ട, കുറച്ചും കൂടി അത്യാവശ്യം വലിയ വീട് വേണം, അല്ലെങ്കിൽ നമ്മുടെ സെറ്റാവില്ല. നമുക്ക് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നീട്ടി പോവാം. അത് നല്ലത്. വീട് സെറ്റായി കഴിഞ്ഞാൽ സെറ്റായി, നമുക്ക് കുറച്ചും കൂടി മണ്ണ് എടുക്കേണ്ടി വരും. നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ വന്നിട്ടുണ്ട് എപ്പിസോഡ് 2 വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഫ്രണ്ടില്ലാന്നുള്ളൂ. അത് എപ്പിസോഡ് 3 ചിലപ്പോൾ ഉണ്ടാവും, എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് മണ്ണ് കിട്ടിയിട്ടുണ്ട്. ഇടത്ത് നമുക്കത് അവിടെ വെക്കണം, അത്ര ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ ഇവിടെ ഇട്ട് ലുക്കായിട്ടുള്ളത് ഇവിടെ ഇട്ട് നമുക്ക് വെക്കാം. ഇവിടെ നമുക്ക് മണ്ണ് ഇല്ലാത്ത, അയ്യോ നമ്മൾ മാറി വെച്ചോ, എന്താ അവിടെ വെക്കാൻ പറ്റാത്ത, അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ടോർച്ച് കുറേ മാറ്റാറായിട്ടുണ്ട്, അത് വേറെ ഉള്ളൂ. ഇനി നമുക്ക് ടോർച്ച് എടുക്കാമല്ലേ. കൃത്യളവായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് മരം വെച്ച് ഇങ്ങനെ കറങ്ങിയിട്ട് അതുപോലെ പോവാണ്. അപ്പൊ നമുക്ക് മരം എടുക്കണം. എടുക്കാൻ നമ്മുടെ കയ്യിൽ പിക്കാസ് ഉണ്ടാവോ? ഇല്ല ഗൈസ്. അത് ഫുള്ള് നമ്മുടെ അവൻ്റെ കയ്യിലായിരുന്നു. അവൻ ലെഫ്റ്റ് ആയില്ലേ, ഞാൻ അവൻ്റെ കയ്യിൽ കിട്ടുള്ളൂ അയ്യോ എന്ത് ടാക്സ് കുറേ. നമ്മുടെ ആകെ ഒരു പിക്കാക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യേണ്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോൺ എടുക്കാം. ആവില്ലെന്നറിയാം. എത്ര 2 കൂട്ട് എന്തൊരു സ്റ്റിക്ക് വേണമെന്ന് തോന്നുന്നത്. അപ്പോൾ നമുക്കൊരു മരം നമുക്ക് വെട്ടേണ്ടി വരും. ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം, അതിന് ടാക്സ് ഉണ്ടാക്കിയിട്ട് സെറ്റാക്കാം നമുക്ക്, വേറൊന്നുമില്ല നമുക്ക്. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ഭാഷ കുട്ടനോട് നിൽക്കണ്ടല്ലോ. എന്താ വെച്ചാൽ മോനെ പണി, വേറെ നിൽക്കുക. കുറച്ച് പാല് കുറേ പശുവും പേടിന്ന് എടുക്കുന്നത് നല്ലതാട്ടോ ഗൈസ്. വിച്ച് കുറേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പോയിഷൻസിൽ കെമിക്കൽ കുറേ എറിയുമ്പോൾ നമുക്ക് പാല് കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ ഇത് സെറ്റാക്കണം. അപ്പോൾ ഇത് ഇവിടെ ഇട്ടാ ഇത് തന്നെ 2 വടി കിട്ടി. ഇത് നമ്മുടെ ആക്സ് കുട്ടനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ ആക്സ് കുട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആക്സ് കൊണ്ടാണ് തന്നെ ഫുള്ള് നമ്മുടെ കളി. കാരണം വീടല്ലേ, എപ്പിസോഡ് 2 എന്ന് പറഞ്ഞ വീടാണ്. എപ്പിസോഡ് 3 നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കുറച്ച് അഡ്വഞ്ചർ ആയിരിക്കും. കാരണം കേവാണ്, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ കേവ് ഉണ്ടാക്കും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ചിലപ്പോൾ എപ്പിസോഡ് 4 ആയിരിക്കും, ചിലപ്പോൾ എപ്പിസോഡ് 4 വീടിൻ്റെ ഉള്ളിൽ കേവ്. കാരണം എപ്പിസോഡ് 3 നമുക്ക് വേറൊരു കേവ്, നമ്മൾ തന്നെ നേച്ചറായിട്ട് വരുന്നത് കേവില്ലേ, തന്നെ വരുന്നത് മലയുടെ അവിടെ ഇട്ട് അവിടുന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ സെറ്റാക്കിയിട്ട് പറ്റുള്ളൂ നമുക്ക് ഉള്ളിലുണ്ടാക്കാൻ പറ്റുള്ളൂ കേവ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, കത്തമോ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മരം നമുക്ക് മുറിക്കാം. കുറേ മരം ആവശ്യമുണ്ട്. വീടുണ്ടാക്കാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കാരണം അത്യാവശ്യം മരം വേണം. ഇനി ഫുഡില്ല, അതാ വണ്ടിയിലാണെന്ന് തോന്നുന്നത്. ഇനി ചെസ്റ്റിലുണ്ടാവുമോ? പശുമ്പോ കുറേ കാണുന്നുണ്ട്. പശുമേനെ കുറേ ഇപ്പം നമുക്ക് തൽക്കാലത്തിൽ വിടാം. ഇപ്പം നമുക്ക് ആവശ്യമില്ല പശുമേനെ കുറേ. എന്നാൽ ലെതർ ആവശ്യമുണ്ട് കേട്ടെ. കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞിരുന്നു, നമ്മൾ അവൻ്റെ
അവനല്ല കൊന്നത്, ഒരു സ്കെൽട്ടനെ നമ്മളെ അവന് ഞാൻ കൊന്നിട്ട് അവന് ഫുള്ള് ഷീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പിസോഡ് 1 കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവന് കുറേ അതിൻ്റെ ഷീൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഈ ചെസ്റ്റ് അത് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു, പാൻറ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബൂട്ട് കിട്ടി, ഹെൽമെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫുള്ള് സെറ്റ് ആയി അവൻ്റെ ഇത് ബോഡി. അപ്പം നമ്മളെന്തിട്ട് ചെയ്ത്, നമ്മളൊരു പടിയായിട്ട് അവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നു. ആ ക്രീപ്പർ കണ്ടില്ല എന്ന് പറഞ്ഞൊരു പറ്റിച്ചായിട്ട് അവനെ ഞാൻ തീർത്തു. ക്രീപ്പർ റൗണ്ട് തന്നെ അങ്ങനെ 2 പേര് ചത്തു. ഞാൻ സ്പീഡിലോടി പോയിട്ട് ബാക്കി എല്ലാ സാധനം അത് എടുത്തു, ഫുള്ളും അത് എടുത്തു. ഞാൻ ഫുള്ള് ഇട്ടു. അവനോട് ഞാൻ പറഞ്ഞു 2 തരാമെന്ന്, നമുക്ക് ഷെയറിങ് നല്ലതല്ലേ. അവന് പറ്റില്ല. അങ്ങനെയാണ് നമ്മളത് പെട്ടെന്ന് നിർത്തിയത്. അല്ലെങ്കിൽ നിർത്തും. എപ്പിസോഡ് 2 അവനുണ്ടായി തന്നെ. അപ്പോൾ അത് തന്നെയാണ്. എപ്പിസോഡ് 3 നമുക്ക് ഉറപ്പായിട്ട് അവനെ വരുത്താം. അങ്ങനെ വീടുണ്ടാക്കിയതിന് അവന് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് അതെ ഈ മരം നമുക്ക് ഫുള്ള് സെറ്റാക്കണം. ഓ 64 കഴിഞ്ഞ് 18 അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റാക്കാം. 1 2 3 4 മതിയല്ലേ? 4 മതിയെന്ന് തോന്നുന്നത്. നമുക്ക് ഫുള്ളും ഇത് സെറ്റാക്കണം. ഇതിന് ഇവിടെ കൂടെ പോകണ്ടേ? കുറച്ച് മണ്ണ് പൊട്ടിക്കേണ്ടി വരും തോന്നുന്നത്. നമ്മുടെ അടുത്തായിട്ടൊരു വേറെ കേവ് ഉണ്ടല്ലോ, അത് ഡീപ്പാണോ? അല്ല, അത് കേവ് അല്ല, അതൊരു കുഴിയാ. അപ്പം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഇത്. അപ്പം നമുക്ക് ഇവിടെ ആയിട്ട് മണ്ണ് കുറവിക്കാം. മണ്ണ് പൊട്ടിക്കാം എന്നാണ് നമ്മൾ വിചാരിച്ച. അയ്യോ കഴിഞ്ഞ പ്ലാങ്ക് കുറെ പെട്ടെന്ന് കഴിയും. കുറെ ഉണ്ടെങ്കിലും വീടിന് കുറെ അത്യാവശ്യം പ്ലാങ്ക് ആവശ്യമുണ്ട്. നമ്മളൊരു കുഞ്ഞ് നോർമൽ വീടാണ് അവൻ പറഞ്ഞത് ഉണ്ടാക്കാൻ. നമ്മൾ നോർമൽ വീട് തന്നെ ഉണ്ടാക്കുന്നത്. ഈ വീടിൻ്റെ അപ്ഗ്രേഡ് കുറെ വരും, അത് നിങ്ങൾ പേടിക്കണ്ട. അത് കുറെ എപ്പിസോഡുകൾ കഴിഞ്ഞിട്ടായിരിക്കും വരാം, അത് ഉറപ്പാണ്. അത് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് വിൽക്കാം. നമുക്ക് ഫുള്ളും കവർ ചെയ്യാം. ലാസ്റ്റ് കുറെ നമുക്ക് എന്നിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ കാര്യം നമുക്ക് നോക്കണ്ടേ. ഇപ്പം നമുക്ക് ഫുള്ളും കവർ ചെയ്ത് വിൽക്കാം. ഇനി രാത്രി ആവാറായിന്ന് തോന്നുന്നല്ലേ? കേട്ടോ, സംശയമുണ്ട്. ഇവിടെ കുടിയുണ്ട്. ജസ്റ്റ് അതുകൂടെ പോയാൽ മതിയാ. കുടി നമുക്ക് എങ്ങനെയാണ് മൂണ്ടിടാം. അതിന് നമ്മൾ പറയാനൊന്നും പറ്റില്ല, എപ്പോൾ വേണമെങ്കിൽ നമ്മൾ വീഴും. നമുക്ക് കുഴി ആദ്യം മൂടാം. ഇനി ഇവിടെ ഇട്ട് ഇതുണ്ട് കേട്ടോ, ഗ്യാസാ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്, തടസ്സമുണ്ട്. ഇത് ഫുള്ള് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മുടെ മരം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കൂടി നമുക്ക് കുറച്ച് പ്ലാൻ കൂടി അത്യാവശ്യമുണ്ട്. ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നില്ല. രാത്രി ആവാറായിട്ടുണ്ട്, അതാണ് നമുക്കൊരു പേടി. രാത്രി നമുക്ക് പെട്ടെന്ന് ഉറങ്ങാം, കാരണം ഇപ്പോൾ അഡ്വഞ്ചർ ഒന്നും എടുക്കണ്ടോ. കാരണം നമ്മുടെ വീട് കുറേ സെറ്റ് ആക്കിയിട്ട് അഡ്വഞ്ചർ എടുത്താൽ കുഴപ്പമില്ല. കാരണം ക്രീപ്പർ പറയുമെങ്കിൽ പേടി. നമ്മുടെ വീടിനെ പൊട്ടി തെറിപ്പിച്ചാൽ എനിക്ക് നല്ല സഹിക്കാൻ പറ്റില്ല. ക്രീപ്പറിനെ നമുക്ക് തീർക്കണം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ക്രീപ്പറിനെ നമുക്ക് എന്തിട്ട് നമ്മുടെ പൂച്ചകളെ വളർത്തേണ്ടി വരും തോന്നുന്നത്. അങ്ങനെയാണ് നമ്മുടെ ക്രീപ്പർ അവിടെ പോവുള്ളൂ. ഇനി പ്ലാനൊന്നും ഇല്ല നമുക്ക്. പൂച്ച ഇനി എവിടെ ഒരു പൂച്ച കുഞ്ഞൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഉറങ്ങാം, അതാ നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ മൂഞ്ചി പോവും, അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ഉറങ്ങടേ. അത് നമ്മൾ അങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്വപ്നങ്ങൾ കാണാം വീടിനെ കുറിച്ച്. പെട്ടെന്ന് രാവിലെ ഗൈസ്. അപ്പോൾ ഇനിയും കുറച്ച് മരം മുറിക്കേണ്ടി വരും തോന്നുന്നത്. ഇതിവിടെ വളരട്ടെ. നമുക്ക് ഈ മരം തന്നെ വേണം കേട്ടോ, അതാണ് വേറൊരു കാര്യം. അവിടെ വെള്ള കളറായിട്ട് മരം ഉണ്ട്, അത് നമുക്ക് ഇപ്പം വേണ്ട. ഇപ്പം ഈ മരം മാത്രം നമുക്ക് മതി. നമ്മുടെ വീട് അതുകൊണ്ട് ഉണ്ടാക്കി പോയി കഴിഞ്ഞാണ് നമ്മൾ ഈ മരം മാത്രം മതി, അല്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല നമ്മുടെ വീട്ടിന്. കുറേ കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്കിത് നൈസായിട്ട് അവിടെ തന്നെ വെക്കാം. അത് ക്രാഫ്റ്റിംഗ് ടേബിൾ കുറേ സെറ്റ്. അതാണ് അതില്ലെങ്കിൽ നമ്മളിപ്പോൾ പ്ലാങ്ക് ഉണ്ടാക്കുന്നത് കാര്യം കുറേ ഇഷ്ടം തന്നെ. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ കുഴപ്പമില്ല. അത് വേറെ സാധനങ്ങൾ ഉണ്ടാക്കാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ തന്നെ വേണം. നമ്മൾ റിയൽ ലൈഫിലൊന്നും ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല, ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അതാണ് വേറെ കാര്യം. ഉണ്ടാവോ ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് കുറച്ചിങ്ങനെ മുട്ടിയാണ്ടിരിക്കുന്നത്, അതാണ് എനിക്കൊരു പേടി. കാരണം ഞാൻ സോംബികൾക്ക് സിമ്പിളാക്കി ഇവിടെ ഒന്ന് വാഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സോംബികൾ വരെ. ജലനോറ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാം. എന്നാലും നമുക്ക് ഇവിടെ ആയിട്ട് വെച്ചാൽ മതി നേരെ.
ആ പ്ലെയിനായ സ്ഥലത്ത് ഇവിടെ വെക്കണോ അല്ലെങ്കിൽ ഇവിടെ വെക്കണോ? ഇവിടെ ഫോറസ്റ്റ് അല്ലേ, ഇവിടെ തന്നെ വെക്കാം വലത്ത്. ഫോറസ്റ്റ് ഭാഗവും ബാക്ക് മതിയല്ലോ, അത് വേണ്ട, സെറ്റ് ഉണ്ടാവില്ല. ഓ വീട് ഫുള്ള് നമുക്ക് സെറ്റാക്കണം, അല്ലെങ്കിൽ നമ്മള് ഇത് കവർ ചെയ്താൽ മതി. അപ്പൊ വീടിന്റെ പകുതിയെങ്കിലും തീർക്കാൻ പറ്റും. ഓവറായിട്ടുണ്ട്, നമുക്ക് ഇവിടെയും കൂടിയും ചെയ്യാണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ടൈല് കുറേ ഇടണം, ടൈൽസ്. അവനെ മണ്ണ് പൊട്ടിക്കണം, അല്ലെങ്കിൽ കാര്യം ഉണ്ടാവില്ല, ഭംഗി ഉണ്ടാവില്ല. അതെന്തിട്ടാ നമുക്ക് വിൽക്കണ്ടേന്നാണ്. അതും വെച്ചിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തതാ, ഓ ഇനിയും വേണം മരം. ഇനി മേൽഭാഗം എന്നിട്ട് ഇത് കവർ ചെയ്യണം, അടിഭാഗം എന്നിട്ട് മണ്ണ് കളഞ്ഞിട്ട് കട്ട വെക്കണം. കുറേ പണികളുണ്ട് കൈസ്. അപ്പം നമുക്ക് കുറച്ച് മരം മുറിച്ചിട്ട് വരാം. അങ്ങനെ കൈസ്, അപ്പം നമ്മളങ്ങനെ വീട് നമ്മുടെ ഫുള്ളും സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കൈസ്, ഓ അവിടെ ക്രീപ്പർ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മുടെ വീട് ഒരു കുഞ്ഞ സാധാ വീട്. ഇത് അടിഭാഗം നോക്കുക, നമ്മൾ സ്റ്റോണും വുഡും പ്ലാങ്കും വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. എന്നാലും നിങ്ങൾ കമൻറ്റിൽ പറയണം 10ൽ എത്ര മാർക്ക് നിങ്ങൾ ഈ വീടിന് തരുമെന്ന്. പുറം ഭാഗം സാധാ വുഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് ഗൈസ്. ഇതാണ് പുറം ഭാഗം ഗൈസ്. അപ്പം നിങ്ങൾ എത്ര റേറ്റാണ് നമുക്ക് ഈ വീടിന് തരുന്നതെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് വെച്ച് ഇന്നത്താണ്. ഇത് നമ്മൾ ഫുള്ളും സെറ്റാക്കിയും കുറച്ച് പ്ലാങ്ക് ആവശ്യമുണ്ടായി. നമ്മൾ വിചാരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കുറച്ച് സ്റ്റോണ് നമ്മൾ കേവിൽ പോയി കുറേ സ്റ്റോൺ അവന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റോണാണ് നമ്മൾ ഈ ടൈൽസ് ഫുള്ളും സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കൊണ്ട് വെച്ച് നിർത്താണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പറയുന്നത് എത്ര റേറ്റ്, 10ൽ എത്ര നിങ്ങൾ തരും അത്ര പറയണം. ഒരു കുഞ്ഞു വീടാണ്, അപ്പോൾ അതിനനുസരിച്ച് തരണം കേട്ടോ റേറ്റ്. അത്ര ഉള്ള വേറെ ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് എപ്പിസോഡ് 3 കാണാം. ബൈ.